പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്വേഷ പ്രസംഗം നടത്തി എന്ന പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം നോക്കുകുത്തിയായി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. താടിയുള്ളപ്പനെ പേടി എന്ന നിലപാടാണ് പലഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തെടുത്തത്. എന്നാൽ ഇനിയും വിശ്വാസം നഷ്ടമാകാത്ത കോടതികളിലാണ് മോദിക്കെതിരെയുള്ള തുറന്ന യുദ്ധം നടക്കുന്നതും. മോദി വർഗീയമായ പരാമർശങ്ങൾ നടത്തിയെന്നതിൽ ആർക്കും തർക്കമില്ല. ഇതിനുള്ള അർഹമായ ശിക്ഷ മോദിക്ക് നേടിക്കൊടുക്കണമെന്ന നിശ്ചയദാർഢ്യത്തിലാണ് ഇപ്പോൾ കോടതിയിൽ നിയമപോരാട്ടം നടക്കുന്നതും. ഒരു പ്രധാനമന്ത്രിയിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വാക്കുകളാണ് മോദിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആദ്യം സൂചിപ്പിച്ച പോലെ കോടതികളിൽ മോദിക്കെതിരെയുള്ള പോരാട്ടം അതിന്റെ നിർണായക ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പരാതിയിൽ നടപടി സ്വീകരിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡൽഹി പോലീസിനോട് ഡൽഹി കോടതി പറഞ്ഞിരിക്കുകയാണ്. അടുത്തിടെ രാജസ്ഥാനിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷപരമായ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ സ്വീകരിച്ച നടപടികളെ കുറിച്ചാണ് കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. എന്തെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു എന്നും പരാതിയിൽ എന്തെങ്കിലും അന്വേഷണം നടത്തിയോ എന്നും അന്വേഷണത്തിൽ കമ്മീഷൻ കുറ്റകരമായ എന്തെങ്കിലും കണ്ടെത്തിയോ എന്നും കോടതി ചോദിക്കുന്നുണ്ട്. തിരിച്ചറിയാവുന്ന ഏതെങ്കിലും കുറ്റകൃത്യം കണ്ടെത്തിയെങ്കിൽ പോലീസ് ഏതെങ്കിലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന നിർണായക ചോദ്യവും കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. കോടതി ഉന്നയിച്ച ചോദ്യങ്ങളിൽ ജൂൺ 5-ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൽഹി സ്വദേശിയായ ഖുർബാൻ അലി കഴിഞ്ഞ മാസം ഹസ്രത്ത് നിസാമുദ്ദീൻ പോലീസ് സ്റ്റേഷൻ SHOയ്ക്ക് പ്രധാനമന്ത്രിയുടെ പ്രസംഗം സംബന്ധിച്ച പരാതി നൽകിയിരുന്നു. ഏപ്രിൽ 21-ന് തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയ പ്രസംഗം മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം മാത്രമല്ല, ദേശീയ ഗ്രന്ഥത്തിന് വിഘാതമായ വാദങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഷയാണ് പ്രധാനമന്ത്രി ബോധപൂർവം ഉപയോഗിച്ചതെന്നും പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട്. ദേശീയ സ്വത്തിൽ മുസ്ലിങ്ങൾക്ക് ആദ്യ അവകാശമുണ്ടെന്ന് അധികാരത്തിലിരിക്കെ കോൺഗ്രസ് പറഞ്ഞിരുന്നുവെന്നും മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും കൂടുതൽ കുട്ടികൾ ഉള്ളവരാണെന്നും മോദി പരാമർശിച്ചു. തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു പരാതിയിൽ ഉന്നയിക്കുന്നത്. മോദിയുടെ അവകാശവാദങ്ങളൊന്നും ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ച പരാതിക്കാരൻ പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ മുസ്ലിം വിരുദ്ധ കുപ്രചരണങ്ങൾ ശക്തമാക്കുകയും വർഗീയ ഭാഷ പ്രയോഗിക്കുകയും ചെയ്തുവെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനാൽ മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നത് നിരോധിക്കുന്ന 1951-ലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകളും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ വ്യവസ്ഥകളും പ്രധാനമന്ത്രി ലംഘിച്ചതായി ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. വിവിധ വകുപ്പുകൾ ചേർത്ത് FIR രജിസ്റ്റർ ചെയ്യണം എന്നാണ് പരാതിയിൽ ആവശ്യം. പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ ഹസ്രത്ത് നിസാമുദ്ദീൻ പോലീസ് സ്റ്റേഷൻ പരാജയപ്പെട്ടതിനാലാണ് ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ 156(3) പ്രകാരം അലി സഖേത്ത് കോടതിയിൽ അപേക്ഷ നൽകിയത്.